ഒരുക്കമെല്ലാം കഴിഞ്ഞ് 3 പേരും ഒരുമിച്ചാണ് താഴേക്ക് ഇറങ്ങിയത്. അവരെയും കാത്ത് എല്ലാവരും താഴെ നിൽപ്പുണ്ടായിരുന്നു. ആരോടോ ഗൗരവത്തോടെ സംസാരിച്ചിരുന്നവൻ അവരെ കണ്ടതും സംസാരം നിർത്തി അവരെ നോക്കി. ചില്ലി റെഡ് കളർ സാരിയുടുത്ത് പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്ന വേണിയെ കണ്ടതും അവൻ്റെ മുഖമൊന്ന് വിടർന്നു. അറിയാതെ അവൻ്റെ കണ്ണുകൾ അവൾക്കരികിൽ നിൽക്കുന്ന ലച്ചുവിലേക്ക് നീണ്ടു. അവൻ്റെ മിഴികളൊന്ന് വിടർന്നു. അവരിൽ നിന്നും നോട്ടം തെറ്റിച്ചവൻ പുറത്തേക്ക് നടന്നു. താഴേക്കിറങ്ങുമ്പോഴേ അവൾ കണ്ടിരുന്നു അവനെ. തനിക്ക് നേരെ ആ മിഴികൾ വന്നതും അവളൊന്ന് പതറി. സ്റ്റേജിൽ ഇരിക്കുന്ന വേണിയെ നോക്കി. ആരുവും ലച്ചുവും മുൻപിലെ സീറ്റിൽ തന്നെയിരുന്നു. ലച്ചുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ധൃതിയിൽ ഓരോന്ന് ചെയ്തു നടക്കുന്നവനിലേക്ക് പോയി. അവനെ കാണുമ്പോൾ വല്ലാത്തൊരു ഭയം തന്നിൽ ഉള്ളതുപോലെ തോന്നി അവൾക്ക്. രാത്രി ഏറെ വൈകിയിരുന്നു അവർ കിടക്കുമ്പോൾ. വേണിയുടെ റൂമിൽ തന്നെയാണ് 2 പേരും കിടന്നത്. വേണി അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയി. അവളുടെ മുഖം കണ്ടപ്പോഴേ ലച്ചുവിന് മനസ്സിലായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടെന്ന്. കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ വേണിയുടെ സങ്കടം നിറഞ്ഞ മുഖമായിരുന്നു. എല്ലാ പെൺകുട്ടികളും ഒരു ദിവസം അവരുടെ വീട് വിട്ട് പോവണമല്ലോ എന്നാലോചിച്ചപ്പോൾ അവളുടെ മനസ്സിൽ കണ്ണൻ്റെ മുഖം തെളിഞ്ഞു. കണ്ണേട്ടൻ തന്നെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ തനിക്കൊരിക്കലും അമ്മയെയും അച്ഛനെയും ഏട്ടനെയും വിട്ടു പോവേണ്ടിയിരുന്നില്ല. പെട്ടെന്നാണ് അവൾക്ക് എന്താണ് ആലോചിക്കുന്നത് എന്ന ബോധം വന്നത്. അവൾ തിരിഞ്ഞ് ഉറങ്ങുന്ന ആരുവിനെ നോക്കി. അവൾക്ക് ഒരേ സമയം കുറ്റബോധവും ആരുവിനോട് സഹതാപവും തോന്നി. വേണിയെ ഒരുക്കാൻ പുലർച്ചെ 4 മണിക്ക് തന്നെ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു. ആരുവും ലച്ചുവും അവളുടെ കൂടെ തന്നെ നിന്നു. വേണിയുടെ ഒരുങ്ങൽ കഴിഞ്ഞാണ് അവർ 2 പേരും റെഡിയാകാൻ പോയത്. പുലർച്ചെ തന്നെ കുളിച്ചിരുന്നതിനാൽ ഒരുങ്ങാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരു പീച്ച് കളർ പട്ടുസാരിയായിരുന്നു ഉടുത്തിരുന്നത്. ലച്ചു ലാവണ്ടർ കളർ പാർട്ടി വെയർ ധാവണിയായിരുന്നു. ഗോൾഡൻ കളർ കാഞ്ചീപുരം പട്ടുസാരിയിൽ വേണി ഒരു രാജകുമാരിയെപ്പോലെ തോന്നിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് വേണി ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. ആരു, നിങ്ങൾ 2 പേരും ഏട്ടൻ്റെ കൂടെ വന്നോണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടനോട്. ഏട്ടൻ ഡ്രസ് മാറി ഇപ്പോൾ വരും. കാറിൽ കയറാൻ നേരം വേണി അവരോട് വിളിച്ചു പറഞ്ഞു. ഏട്ടൻ എന്ന് കേട്ടപ്പോഴേ അവർ പരസ്പരം ഒന്ന് നോക്കി. ദുഷ്ട, ആ കാലൻ്റെ കയ്യിൽ നമ്മളെ ഇട്ടേച്ചു പോയി. വെച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക്. ആരു ഞൊടിഞ്ഞു. അത് കേട്ടതും ചുറ്റും നോക്കി ലച്ചു പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി. 2 പേരും റൂമിൽ പോയി ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി എല്ലാം സെറ്റ് ചെയ്തു. പുറത്തേക്കിറങ്ങി വന്നപ്പോഴേ കണ്ടു അക്ഷമയോടെ വാച്ചിൽ നോക്കി നിൽക്കുന്ന രുദ്രനെ. തീർന്നടി, നമ്മൾ തീർന്നു. അങ്ങേര് കലിപ്പില. നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. എല്ലാവരും പോയില്ലേ? ആരു പറഞ്ഞത് കേട്ടതും ലച്ചുവിനും ചെറിയൊരു പേടി തോന്നി. ഇനി വല്ലതും പറയുമോ? നേരത്തെ തന്നെ അറിയാതെ ഒന്നിടിച്ചതിന് നോക്കിയൊരു നോട്ടം. അതോർത്തതും ലച്ചു നടത്തം ഒന്ന് പതിയെയാക്കി ആരുവിൻ്റെ പിറകെ നടന്നു. അവരെ കണ്ടതും ഗൗരവത്തോടെ അവരെ നോക്കിയ അവൻ്റെ മിഴികൾ ലച്ചുവിൽ തന്നെ തറഞ്ഞു നിന്നു. ലാവണ്ടർ ധാവണിയിൽ അതിസുന്ദരിയായിരുന്നു അവൾ. അവൻ്റെ നെഞ്ചിൻ്റെ താളം നിലച്ചു പോയതുപോലെ തോന്നിയവന്. വിടർന്ന കണ്ണുകളും ഇളം റോസ് നിറത്തിലുള്ള അധരങ്ങളും കൊത്തിവെച്ചതുപോലുള്ള മൂക്കും. വെളുത്ത റോസ് നിറത്തിലുള്ള ഒരു പെണ്ണ്. വിടർത്തിയിട്ട നീളൻ മുടിയിഴകൾ മുൻപോട്ട് പാറി വീഴുന്നു. അവൻ്റെ ചുണ്ടിൽ അവർ കാണാതെ ഒരു ചിരി വിരിഞ്ഞു. അവൾ അവനെ നോക്കിയതും ആ ചിരി അവളിൽ നിന്നും ഒളിപ്പിക്കാനായി അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു. 2 പേരും കാറിൽ പിറകിലാണ് കയറിയത്. അവർ കയറിയിട്ടും കാറെടുക്കാതെ ഇരിക്കുന്ന അവനെ അവർ അമ്പരപ്പോടെ നോക്കി. ഞാനെന്താ നിങ്ങൾ വെച്ച ഡ്രൈവറോ? അവൻ തിരിഞ്ഞു നോക്കാതെ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണാടിയിലൂടെ പിന്നിലേക്ക് നോക്കി. ആരു തിരിഞ്ഞ് ലച്ചുവിനെ നോക്കി. അവൾ ഫോണെടുത്ത് അതിലേക്ക് നോക്കിയിരുന്നു.
ദുഷ്ട. ഞൊടിഞ്ഞുകൊണ്ട് ആരു ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അവൾ കയറിയതും രുദ്രൻ്റെ കണ്ണുകൾ ഫ്രണ്ട് മിററിലൂടെ പിറകിലേക്ക് പോയി. അവിടെ ഫോണിലേക്ക് നോക്കി തലയും കുനിച്ചിരിക്കുന്നവളെ ഒന്ന് നോക്കി അവൻ വണ്ടി മുന്നോട്ടെടുത്തു. മണ്ഡപത്തിൽ എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയിൽ ലച്ചുവിലേക്ക് പോയി. അവളും കണ്ടിരുന്നു അവൻ്റെ ആ നോട്ടം. അവൾക്കെന്തോ വല്ലാതെ തോന്നി. അവൾ പതിയെ ആരുവിനെ തലചെരിച്ചു നോക്കി. അവൾ കണ്ടിട്ടില്ല. ആളുടെ നോട്ടം മുഴുവൻ ഫോണിലേക്കാണ്. ലച്ചുവിൻ്റെ നോട്ടം ആ ഫോണിലേക്ക് ഒന്ന് പാളി. അതിലെ പ്രണയത്തിൻ്റെ ഇമോജികളും DP-യും കണ്ടപ്പോൾ തന്നെ അത് കണ്ണനാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്ക് നെഞ്ചിൽ എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. അവൾ നോട്ടം മാറ്റി സ്റ്റേജിലേക്ക് നോക്കി. വേണിയെ യാത്രയാക്കി അവർ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമാണ് തിരിച്ചു വന്നത്. കാറിൽ കയറുന്നതിന് മുൻപ് അവളുടെ കണ്ണുകൾ രുദ്രനിലേക്ക് പോയി. തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടതും മുഖം കുനിച്ചുകൊണ്ടവൾ കാറിലേക്ക് കയറി. മെയ്കൾ വിടർത്തിയുള്ള അവളുടെ നോട്ടം കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഊഫ്! അവൻ നെഞ്ചൊന്ന് അമർത്തി തടവി.